പ്രാർത്ഥിക്കുവാനും യാഗം കഴിക്കുവാനുമായി വിശ്വാസികളും അവർക്ക് വേണ്ട യാഗവസ്തുക്കളെ വിൽക്കുവാനായി കച്ചവടക്കാരും യാത്ര പല സ്ഥലങ്ങളിലേക്ക് പോകുവാൻ യാത്രയിലായിരിക്കുന്ന വഴിയാത്രക്കാരും തിങ്ങി നിറഞ്ഞായിരിക്കുന്ന സുന്ദരമെന്ന ദേവാലയ പരിസരത്തെ ഒരു വഴി. അവിടെ ഒരുവൻ തുള്ളുന്നു, ചാടുന്നു, ഉച്ചത്തിൽ ആർപ്പിടുന്നു, അതിലും ഉച്ചത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ആ മനുഷ്യരെ ആദ്യമായി കാണുന്നവർ അവനെ നിന്ദിക്കും. അയ്യേ, ഇവനെന്താ ഒരു പൊതുസമൂഹത്തിൽ പെരുമാറേണ്ടത് എങ്ങനെയാണെന്ന് അറിഞ്ഞൂടെ, ഡിസിപ്ലിൻ ഇല്ലേ, അച്ചടക്കമില്ലേ, അങ്ങനെ പറഞ്ഞ് പരിഹസിക്കും. അവന് നേരത്തെ അറിയാമെന്നുള്ളവർ ആശ്ചര്യപ്പെടും. അവിധത്തിൽ ഒപ്പമുള്ളവരെ, അവനെ കണ്ടിട്ടുള്ളവരെ ആശ്ചര്യപ്പെടുത്തുമാറാക്കിയ ദൈവപ്രവൃത്തിയുടെ അത്ഭുത സാക്ഷ്യം. അതേക്കുറിച്ചാണ് ഇന്ന് ദൈവകൃപയിൽ ആശ്രയിച്ച് അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നു. അപ്പോൾ ഭക്തനെ അവിധത്തിൽ തുള്ളിയും ചാടിയും ആനന്ദഘോഷം പുറപ്പെടുവിച്ചും ദൈവത്തെ സ്തുതിക്കുമാറാക്കിയ രണ്ട് കാര്യങ്ങളിലൂടെ അവിധത്തിൽ എന്നെ കേൾക്കുന്ന നിങ്ങൾ ദൈവത്തെ ചാടി തുള്ളി സ്തുതിക്കുമാറാകുന്ന രണ്ട് കാര്യങ്ങൾ. ഒന്ന്, സാഹചര്യം നോക്കാതെ വിടുതലിനായി പ്രതീക്ഷയോടെ കാത്തിരുന്നു. രണ്ട്, തൻ്റെ മുൻപിൽ വന്ന അപ്പോസ്തലന്മാരുടെ വാക്ക് വിശ്വസിക്കുവാൻ തയ്യാറായി. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം. അപ്പോൾ ഒരിക്കൽ കൂടി ഒരുമിച്ച് സന്തോഷത്തോടെ നമ്മുടെ കർത്താവിൻ്റെ മുൻപിലായിരിക്കുവാൻ നമുക്കൊരുക്കി തന്ന വിലയേറിയ നല്ല അവസരത്തിനായി ആ കർത്താവിനെ സ്തുതിക്കുന്നു. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നിങ്ങളോടുള്ള സ്നേഹവും വന്ദനവും കടപ്പാടുമൊക്കെ പ്രൈസർ ഫാമിലിയുടെ പേരിൽ ഞാൻ അറിയിക്കുകയാണ്. ദൈവം നിങ്ങളെ ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ. നമ്മളായിരിക്കുന്ന ഈ അല്പസമയം, ദൈവവചനത്തിനൊപ്പമായിരിക്കുന്ന ഈ അല്പസമയം, ഒത്തിരി സമയം നമ്മൾ ഈ ലോകത്തിൽ പല നിലകളിൽ ചിലവഴിക്കുന്നുണ്ടാകാം. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുന്ന ഈ അല്പസമയം നിങ്ങളുടെ ജീവിതത്തെ മാറ്റും. അതിന് യാതൊരു മാറ്റവുമില്ല. അതിന് ഞാനാ ഗ്യാരണ്ടി. നിങ്ങളുടെ ജീവിതത്തെ കർത്താവ് മാറ്റും. നിങ്ങളോട് പറയുവാൻ ഇന്നലെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നൊരു ദൂത് ഇതാണ്. ചിലരോടാണ്, വ്യക്തിപരമായി ചിലരോടാണ്, തട്ടിയും മുട്ടിയും അങ്ങനെ കഴിഞ്ഞു പോകുക. ഒന്നും പുതുമയുള്ള ഒന്നും ജീവിതത്തിൽ ഉണ്ടാകുന്നില്ല. ചില വിശേഷങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴല്ലേ മറ്റുള്ളവർ നമ്മെക്കുറിച്ച് സംസാരിക്കുവാൻ തുടങ്ങത്തുള്ളൂ, അല്ലേ? എന്താ അങ്ങനെ സംസാരിക്കുന്നുണ്ടെന്നോ? അല്ല, ആ സംസാരമല്ല. ആ സംസാരം എന്താ? അവൻ്റെ ജോലി പോയല്ലേ, ആ സംസാരം. ആ ചെറുക്കൻ തോറ്റല്ലേ, അത് തന്നെ. അവളുടെ ഭർത്താവ് അവളെ ഇട്ടിട്ട് പോയല്ലേ, അവൻ്റെ ഭാര്യ പോയി, ആ കട പൂട്ടിയല്ലേ. ഈ സംസാരമല്ല. പക്ഷെ ഈ സംസാരത്തിനൊരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഈ സംസാരം മോശമെന്ന് നിങ്ങൾ കരുതരുത്. ഈ സംസാരത്തിൽ നിന്ന് ഈ സംസാരിക്കുന്നവർ മാറ്റി പറയുവാൻ പോവുക. എങ്ങനെ? അവന് ജോലി കിട്ടിയോ? ആശ്ചര്യം. അത് തന്നെ ആശ്ചര്യപ്പെടുവാൻ പോവുക. നിങ്ങളെ അറിയുന്നവർ, നിങ്ങളെ കാണുന്നവർ, ഇന്നലകളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച പലതും കണ്ട് കേട്ട് അതിനി നോക്കണ്ട എന്ന് പറഞ്ഞവർ, അങ്ങനെ സംഭവിച്ചോ, അവന് സൗഖ്യമായോ, അവൻ്റെ ജീവിതത്തിൽ അവൾ തിരിച്ചു വന്നോ, അവൻ അങ്ങനെ ഒരു കല്യാണം നടന്നോ, അവളുടെ മോള് ഡോക്ടറായോ, അവൻ്റെ മോൻ എഞ്ചിനീയറായോ, ആ രാജ്യത്ത് കടന്നുപോയോ, വീട് വെച്ച് ഇത് അവരുടെ വീടാണോ, അയ്യോ ആ വസ്തു അവരാണോ വാങ്ങിയേ, ആ വാഹനത്തിൽ പോകുന്നേ, അവരാ വാഹനത്തിൽ പോവുകയാണോ? അതെ, ഇങ്ങനെ ആശ്ചര്യപ്പെടുമാറാക്കുന്ന വിധം നിങ്ങളെ മാറ്റുവാൻ പോകുക. അതിന് തക്കവണ്ണമുള്ള ചിലത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പോകുക. അപ്പോൾ ശ്രദ്ധിച്ചോളണം, ഈ ആദ്യം പറഞ്ഞ ആ പറച്ചിലുകളിൽ നിരാശപ്പെട്ടു പോകണ്ട. ചിലർക്ക് ഒരു സംശയം ഇപ്പോഴുണ്ടാകും, അതെങ്ങനെ ദൈവദാസനെ നിരാശപ്പെടാതിരിക്കുവാൻ കഴിയും? നിരാശപ്പെടാതിരിക്കണം. നിങ്ങളൊരു ഭക്തനായതുകൊണ്ട്. ലോക മനുഷ്യനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിരാശപ്പെടാം. എനിക്കും നിരാശപ്പെടേണ്ടതായിട്ടുള്ള ഇതേ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കൊറോണ കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയം, കിറ്റും ആരെങ്കിലുമൊക്കെ കൊടുക്കുന്ന സഹായങ്ങളും കൊണ്ട് മാത്രം സാധാരണക്കാർ ജീവിക്കുന്ന സമയം, കയ്യിലുണ്ടായിരുന്നതൊക്കെ തീർന്നു തുടങ്ങിയ സമയം, ആ ഒരു ഇല്ലായ്മയുടെ പീക്കിലെത്തിയ അവസ്ഥ. അപ്പോൾ ഞാൻ ശുശ്രൂഷയിലാണ്, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ശുശ്രൂഷകന്മാരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ അതൊരു ഒരിക്കലും ഓർമ്മിക്കാൻ ഇടവരരുതേ എന്ന് ചിന്തിക്കുന്ന ഒരു സമയമാണ്. കാരണം ശുശ്രൂഷകളിൽ, ആ സഭകളിൽ പോയി മീറ്റിങ്ങുകളിൽ പങ്കെടുത്ത് ആ സ്തോത്ര കാഴ്ച ഒരു വരുമാന മാർഗമായിട്ടാണ് ദൈവദാസന്മാർ കാണുന്നത്. അതുപോലെ സഭയിലുള്ള ദശാംശം വരുമാനം, ഇങ്ങനെയുള്ള വരുമാനങ്ങളൊക്കെ അങ്ങ് നിലച്ചു. സഭകളിൽ പോകാൻ പറ്റുന്നില്ല, സഭകളൊന്നും തുറക്കുന്നില്ലല്ലോ. സ്വന്തം സഭയിലും ആരാധനകളും
ഇല്ല, വിശ്വാസികളും അതുകൊണ്ട് കടന്നു വരുന്നില്ല. അപ്പോൾ അങ്ങനെ ദാരിദ്ര്യത്തിൻ്റെ കൊടുമുടിയിൽ നിൽക്കുന്ന സമയം എൻ്റെ ഭവനത്തിലേക്ക് എൻ്റെ അമ്മ കടന്നു വരിക. അമ്മ കടന്നു വന്നിട്ട് എന്നെ ഇറക്കി വിട്ട എൻ്റെ ഒരു വീടുണ്ട്. അപ്പോൾ ആ വീട്ടിലിപ്പോൾ അനിയനും ഫാമിലിയോ താമസിക്കുന്നത്. അപ്പോൾ അവർ, അതെ, നിൻ്റെ അനിയൻ പറഞ്ഞു നീ വലിയ കഷ്ടത്തിലായിരിക്കും, ഒരു 2 ലക്ഷം രൂപ തരാം, നീ ആ വീട് അങ്ങ് എഴുതി കൊടുക്കാൻ എന്ന് പറഞ്ഞാൽ 2 ലക്ഷം രൂപ കിട്ടിക്കഴിഞ്ഞാൽ സ്വർഗം പോലെ ചിന്തിക്കേണ്ട ഒരു സമയമാണ്. കാരണം ദാരിദ്ര്യം, എന്തെങ്കിലും വാങ്ങിച്ച് തിന്നണമല്ലോ, കുഞ്ഞിന് കൊടുക്കണമല്ലോ. അപ്പോൾ ആ ചിന്തയിൽ, ആ സ്വരത്തിന് മുന്നിലെ ആ സാധനം, അതാ പറഞ്ഞേ, നിൻ്റെ കയ്യിലൊന്നും ഇല്ല, പട്ടിണിയായിരിക്കും, അപ്പോൾ ഇതിന് അങ്ങ് എഴുതിക്കൊട്. പക്ഷേ അവരറിയാത്തൊരു കാര്യമുണ്ട്. ആ സമയത്തും ഏകദേശം ദൈവകൃപയാൽ 90ഓളം ദൈവദാസന്മാർക്ക് വേണ്ടത് കുറേശ്ശെ കൊടുത്ത് അവർക്കൊപ്പം പ്രാർത്ഥിച്ച് ആ സന്തോഷത്തിൽ നിൽക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ കർത്താവ് നിർത്തിയിരിക്കുന്ന സമയമാണ്. അവരുടെ കാഴ്ചപ്പാട് അതാണ്. ഇപ്പോൾ നല്ലൊരു ചാൻസാണ്. പക്ഷേ പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ആ കൊറോണ സീസണൊക്കെ കഴിഞ്ഞു, അടുത്ത സീസണൊക്കെ തുടങ്ങി വന്നപ്പോൾ അവരുടെ വീട്ടിലാണോ പോകുന്നത്? അവരാണോ സപ്പോർട്ട് ചെയ്യുന്നത്? അവരുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതാണോ? അങ്ങനെ പറയും വിധത്തിൽ, മനസ്സിലായില്ലേ? അങ്ങനെ പറയും വിധത്തിൽ, ആശ്ചര്യത്തോടെ പറയും വിധത്തിൽ അവനാണോ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നത്? നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത് അവരുടെ മിനിസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ടാണോ? അവനെന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. എൻ്റെ ഇവിടെ നിന്നെങ്കിലും അല്ല, എന്നെ കേൾക്കുന്ന നിങ്ങളിൽ ഒത്തിരി പേർ ആദ്യത്തെ തവണ സഭയുടെ പണിക്ക് വേണ്ടി തന്ന നന്മയാണ്. അതാ ഒത്തിരി പേരുടെ ആഹാരമായി മാറിയത്. ആ നീട്ടപ്പെട്ടവരോടെല്ലാം സംസാരിച്ച് അവർക്കെല്ലാം സന്തോഷമാണ്. ഒരു കെട്ടിടം പണിതിട്ടിട്ട് കാര്യമില്ലല്ലോ, ആഹാരം കഴിക്കണമല്ലോ. ഇത് അവിടെ കൊണ്ട് തീരുന്നില്ല. അത് കഴിഞ്ഞ് ഈ ഒരു 3-4 മാസം മുമ്പ് എനിക്ക് തൊണ്ടയിൽ ഒരു ചെറിയ ട്യൂമർ വന്നു. നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടല്ലോ, എന്നെ കാണുന്ന എല്ലാവർക്കും ഓർമ്മ കാണും. അപ്പോൾ അതിൻ്റെ ടെസ്റ്റ് റിസൾട്ട് ആ പേപ്പറുമായിട്ട് കടന്നു വരിക, എൻഡോസ്കോപ്പിയുടെ പേപ്പർ. അത് കാണുമ്പോൾ തന്നെ അറിയാം അത് ക്യാൻസറസ് ആണ്. കാരണം അതിൻ്റെ മുകൾ ഭാഗത്ത് ഈ സിഗരറ്റ് കൂടിൻ്റെ പുറത്തുള്ള പടം ഉണ്ടല്ലോ, നമ്മുടെ ആ വ്രണം വന്നിരിക്കുന്നു, അങ്ങനത്തെ വ്രണമാണ്. ഡോക്ടറും പേടിച്ചത് അതുകൊണ്ടാണ്. 5.5 മാസം ഗർഭിണിയായ എൻ്റെ ഭാര്യയെ വിളിച്ച് മാറ്റി നിർത്തി ഡോക്ടർ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞു, 80% എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട്, 86 വയസ്സുള്ള ഡോക്ടറാണ്, 80% ഇത് ക്യാൻസറാണ്, നീ പേടിക്കണ്ട, അതുകൊണ്ട് തൊട്ടടുത്ത ദിവസം തന്നെ സർജറി ചെയ്യണം, ട്രീറ്റ്മെൻറ്റുമായിട്ട് മുൻപോട്ട് പോയേ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ സാധനം, ഈ എൻഡോസ്കോപ്പിയുടെ റിസൾട്ട് വീട്ടിൽ കൊണ്ടുവരുന്നു. അപ്പോൾ വീട്ടിൽ വീണ്ടും അമ്മ കടന്നു വരികയാണ്. ഇത് കാണുമ്പോൾ തന്നെ അവർക്കും മനസ്സിലാവും. അത് കണ്ടു കഴിഞ്ഞാൽ, ഞാൻ അന്ന് വീഡിയോയുടെ തമ്പനയിലായിട്ട് ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ. അത് കാണുമ്പോൾ തന്നെ അവർക്ക് കാര്യം മനസ്സിലായി. അയ്യോ, കുറച്ച് സങ്കടമൊക്കെ തന്നു. ഓക്കെ, സന്തോഷം. പ്രാർത്ഥിച്ചു. ഞാൻ മെസ്സേജൊക്കെ കഴിഞ്ഞു ഇരുന്നു. അപ്പോൾ പിറ്റേന്ന് രാവിലെ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി ഒരുങ്ങി റെഡിയായിക്കൊണ്ടിരിക്കുക. അപ്പോഴാ അടുത്ത ഓഫർ. ഈ ഓഫർ വരുന്നത് അവിടെ നിന്ന്, സഹോദരൻ്റെ അവിടെ നിന്ന്, ഗൾഫിലാണ് പുള്ളി. 50,000 രൂപ ഇപ്പം അവൻ തരാമെന്ന് പറഞ്ഞു. ഇന്നിനിപ്പോൾ പോയാൽ എന്ന് വരാൻ പറ്റുമെന്ന് അറിയത്തില്ലല്ലോ, അതുകൊണ്ട് ഡോക്ടറോടെ വിളിച്ച് മാറ്റി വെച്ചിട്ട് ഇന്ന് പോയി പ്രമാണം അവൻ്റെ പേരിൽ എഴുതിക്കൊടു, എന്നിട്ട് ആശുപത്രി പോയിക്കോ. അപ്പോൾ ബാക്കി തുടർ ചികിത്സ വേണ്ടി വരുമല്ലോ. ഇനി ജീവിതകാലം മുഴുവനും ചികിത്സയാണല്ലോ, ചാവുന്നവരെ ചികിത്സയാണല്ലോ. അപ്പോൾ അതിന് എന്തെങ്കിലും ആയിട്ടൊക്കെ അവൻ തരും. അപ്പം ഞാനിങ്ങനെ ചിരിക്കുമ്പോൾ നിങ്ങൾക്കൊന്ന്, അയ്യോ, ഈ ഇങ്ങനെ ഒരു കഠിന മനുഷ്യൻ പൊട്ടിക്കരയുക ഉള്ളിൽ. പക്ഷേ ചിരിച്ചോട്ടെ പറയത്തുള്ളൂ. ആ പൊട്ടലിൻ്റെ ഫലമാന്നേ കർത്താവ് ഇന്ന് നിലനിർത്തിയിരിക്കുന്നേ. അപ്പോൾ തുടർ ചികിത്സയൊക്കെ പ്രതീക്ഷിച്ച് കാത്തിരുന്നവർ വീണ്ടും നിങ്ങളോടുള്ള എൻ്റെ മെസ്സേജ് കേൾക്കുവാൻ തുടങ്ങിയപ്പോൾ ശരിയായോ? നിങ്ങൾക്ക് മനസ്സിലായില്ലയോ? ആശ്ചര്യപ്പെടുമാറായി. അതെ, ആ ആശ്ചര്യം നിങ്ങൾക്കൊപ്പമുള്ള, നിങ്ങളെ അറിയുന്നവരുടെ ജീവിതത്തിൽ നിന്ന് ഉണ്ടാകുവാൻ പോകുക. യെസ്, അത് കാണുവാൻ തക്കവണ്ണം, അത് കാണുവാൻ നിങ്ങൾക്ക് പറ്റുമെന്ന് അറിയത്തില്ല. കാരണം അത് കാണേണ്ട സമയത്ത് നിങ്ങൾ ചാടി തുള്ളി സ്തോത്രം സന്തോഷിച്ച് ദൈവത്തെ സ്തുതിക്കുകയായിരിക്കും. ആമേൻ. അപ്പോൾ ഇവരുടെ ആശ്ചര്യമൊന്നും നമുക്കൊരു പ്രശ്നമേ അല്ല. എനിക്ക് ആശ്ചര്യപ്പെട്ട മുഖങ്ങളൊന്നും കാണാൻ പറ്റുന്നില്ല. ഞാൻ ഹാപ്പിയാ. താങ്ക് ഗോഡ്. ആ പറഞ്ഞവരെ ഇനി എന്തെങ്കിലുമൊക്കെ കൊടുത്ത് ഒപ്പിച്ചെടുക്കാം എന്ന് കരുതിയവരുടെ മുൻപിൽ
അങ്ങനെ കൈ നീട്ടി വാങ്ങാതെ, ഓ പ്രിയരെ, അതിലും അധികം ഇനി പറഞ്ഞാൽ ഞാൻ കരയും, അതുകൊണ്ട് പറയുന്നില്ല. അപ്പോൾ ഇങ്ങനെ ആശ്ചര്യപ്പെടുമാറാക്കുന്ന ദൈവപ്രവൃത്തി ഇന്ന് എന്നെ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുക. എത്ര പേർ വിശ്വസിക്കും? വിശ്വസിക്കുന്നവർ രാമേൻ പറഞ്ഞേ. അതങ്ങനെ സംഭവിക്കുവാൻ പോകുക. അപ്പോൾ അത് ദൈവവചനത്തിൽ നിന്ന് തന്നെ വേണ്ടേ? അപ്പോൾ വേണം, ഏറ്റെടുക്കണം, പ്രാർത്ഥിക്കണം, മുൻപോട്ട് പോകണം. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങൾ. 7-ാമത്തെ വാക്യം തുടങ്ങുകയാണ്. നസ്രനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ് അവനെ വലങ്കയ്ക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ക്ഷണത്തിൽ അവൻ്റെ കാലും നരിയാണിയും ഉറച്ച് അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നും തുള്ളിയും ദൈവത്തെ പുകഴ്ത്തിയും കൊണ്ട് അവരോടുകൂടെ ദേവാലയത്തിൽ കടന്നു. അവൻ നടക്കുന്നതും ദൈവത്തെ പുകഴ്ത്തുന്നതും ജനമൊക്കെയും കണ്ടു. ഒരു വാക്യം കൂടെ വായിച്ചോട്ടെ, കൊതി കണ്ട 10-ാമത്തെ വാക്യമാണ്. ഇവൻ സുന്ദരം എന്ന ദേവാലയ ഗോപുരത്തിങ്കൽ ഭിക്ഷയാചിച്ചു കൊണ്ട് ഇരുന്നവൻ എന്ന് അറിഞ്ഞ് അവന് സംഭവിച്ചതിനെക്കുറിച്ച് വിസ്മയവും പരിഭ്രമവും നിറഞ്ഞവരായി തീർന്നു. വിസ്മയപ്പെട്ടു. അയ്യോ ഇവനോ സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞുമക്കളെ കേൾക്ക്. അയ്യോ നീയോ എന്ന് ചോദിച്ച് നിന്നെ കണ്ടവർ, അറിഞ്ഞവർ ആശ്ചര്യപ്പെടുവാൻ പോകുക. സഹോദര, സഹോദരി, ആ ജോലിയിൽ തന്നെ നീ നിലനിൽക്കുന്നത് കണ്ട് നിന്നെ കുത്തി പുറത്താക്കുവാൻ നോക്കിയവർ ആശ്ചര്യപ്പെടുവാൻ പോകുക. ഓ താങ്ക് ഗോഡ്. വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് നിന്നെ ഓടിക്കുവാൻ നോക്കിയവർ നീ തിരികെ വരുന്നത് കാണുവാൻ കണ്ണിൽ എണ്ണ ഒഴിച്ചു കാത്തിരിക്കുന്നവർ ആശ്ചര്യപ്പെടുവാൻ പോകുക. ഇവൻ വന്നില്ലേ, ഇങ്ങനെ വരുമെന്നല്ലല്ലോ കരുതി. അവർ കരുതുന്നത് എന്താ? അവർ കരുതുന്നത് കടം കയറി നാട്ടുകാരുടെ മുമ്പിൽ മുഖം കാണിക്കാൻ പറ്റാതെ ഒളിച്ചു പതുങ്ങിയിരിക്കുക, അങ്ങനെയൊക്കെ നീ വരുമെന്നാ അങ്ങനെയാ കരുതിക്കൊണ്ടിരിക്കുന്നത്. സഹോദര, സഹോദരി, അങ്ങനെ കരുതുവാൻ കാരണമുണ്ട്. വരുത്തുവാൻ വേണ്ടത് ചെയ്തുകൊണ്ടിരിക്കുക. ഓ സ്തോത്രം. നീ ഒന്നുമില്ലാത്തവരായി വാ. അതിന് വേണ്ടത് ഞാൻ ചെയ്തു വച്ചിട്ടുണ്ട്, ഒരുക്കി വച്ചിട്ടുണ്ട്. ചിലത് ചെയ്തു വച്ച്, ഓ സ്തോത്രം, ചിലത് ചെയ്തു വച്ചു. നിനക്ക് വിരോധമായി, നിന്റെ തൊഴിലിന് വിരോധമായി, നിന്റെ വരുമാനത്തിന് വിരോധമായി, നിന്റെ ഇന്നത്തെ ഈ അവസ്ഥ അത് തകർച്ചയിലേക്ക് തന്നെ പോകണമെന്ന് കണ്ട് ചെയ്തു വച്ച് കാത്തിരിക്കുന്ന കുറെ ദുഷ്ട മനുഷ്യരുണ്ട്. അവർ വിസ്മയിക്കുവാൻ പോകുക. ഓ താങ്ക് ഗോഡ്. അവർ വിസ്മയിക്കുവാൻ പോകുക. ഒരു കാര്യം പറയട്ടെ, അവർ വിസ്മയിക്കുന്നത് കാണുവാൻ നിനക്ക് സമയം കാണത്തില്ല. കാരണം നീ ചാടി തുള്ളി ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഓ താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ. നിനക്കത് പറഞ്ഞാലും തീരത്തില്ല. നിനക്ക് ജോലി കിട്ടിയ സന്തോഷ വാർത്ത എല്ലാവരും പറഞ്ഞു കിട്ടത്തില്ല, ഇനി സാധ്യതയൊന്നുമില്ല, ഈ കോഴ്സ് പഠിച്ചത് അതുകൊണ്ട് വല്ല കൂലിപ്പണിക്കും പോടേ എന്ന് പറഞ്ഞവർ, അങ്ങനെ നീ വല്ല കൂലിപ്പണിക്ക് പോകുന്നത് കാണുവാൻ കാത്തിരിക്കുന്നവർ, ഓ നിനക്ക് ആ ജോലി കിട്ടുന്നത് കാണുവാൻ പോകുക. കുഞ്ഞെ പ്രാർത്ഥിക്ക്, നിനക്ക് ആ ജോലി കിട്ടുന്നത് കാണുവാൻ പോകുക. ഇത്ര വർഷമായില്ലേ, ഇത്ര വർഷം ജോലി ചെയ്താൽ ഇരുന്നത് കൊണ്ട് ഇനി ജോലി കിട്ടത്തില്ല, വലിയൊരു ഗ്യാപ്പ് വന്നു പോയി, ഇനി ജോലി കിട്ടത്തില്ല. ചിലർ സന്തോഷിച്ചിരിക്കുക, നീ ജോലിയില്ലാതെ അടുക്കളക്കാരിയായി, നീ നല്ലൊരു ജോലിക്കാരിയായി. അടുക്കളക്കാരിയെ വച്ച് വീട് നോക്കേണ്ട. അതെ നീ ഒരു അടുക്കളക്കാരിയെ ഒതുങ്ങി പോകുന്നത് കണ്ട് ചിരിക്കുവാൻ വേണ്ടി കാത്തിരിക്കുന്നവർ ആശ്ചര്യപ്പെടുവാൻ പോകുക. സഹോദരി, പ്രാർത്ഥിക്ക്, വിശ്വാസത്തോടെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്ക്. നിന്റെ ഭർത്താവ് മടങ്ങി വരുന്നത് കണ്ടിട്ടെ ഇനി അവനെ നോക്കണ്ട, അത് പോകട്ടെ എന്ന് പറഞ്ഞവർ, അവൻ പോയി എന്ന് പറഞ്ഞവർ, ഇനി നീ വേറെ എന്തെങ്കിലും വഴി നോക്കി എന്ന് പറഞ്ഞവർ ആശ്ചര്യപ്പെടുവാൻ. ഓ താങ്ക് ഗോഡ്. അവൻ്റെ മടങ്ങി വരവ് കണ്ട് നിന്റെ ഭർത്താവ് മടങ്ങി വരിക. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ഓ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക്. ഓ ആമേൻ. ഭർത്താവ് മടങ്ങി വരിക. സഹോദരി, നിന്റെ ഭർത്താവ് മടങ്ങി വരിക. നിന്റെ ഭാര്യ മടങ്ങി വരിക. അവൾ നഷ്ടപ്പെട്ടു പോയെന്ന്, ഇനി നിനക്കൊരിക്കലും കിട്ടത്തില്ല എന്ന് പറഞ്ഞവർ കാണുക. നിന്റെ ആ ബുദ്ധി ഉണ്ടല്ലോ, അത് കാണുക. ആ ബുദ്ധിയെ നീ മാറ്റി വെച്ചിട്ട് നീ ബുദ്ധിയെ പരിഹസിക്കുവാൻ പോകുക. ഓ ആമേൻ. പലരെയും ഈ ബുദ്ധി കൊന്നുകൊണ്ടിരിക്കുക. വിശ്വാസത്തെ തകർത്ത് ബുദ്ധി പറഞ്ഞ് പഠിപ്പിക്കുക. അതൊന്നും നടക്കത്തില്ല, ഒന്നും ശരിയാവത്തില്ലെന്ന് നിന്റെ ബുദ്ധിയെ നോക്കി പരിഹസിക്കുവാൻ തക്കവണ്ണം. ഓ ആമേൻ. യെസ്, അവളെ കർത്താവ് മടക്കി വരുത്തും. നിന്റെ തകർന്നു പോയ കുടുംബജീവിതത്തെ എൻ്റെ കർത്താവ് പണിതുയർത്തും. മാതാവേ, പിതാവേ, മക്കളുടെ ജീവിതം ഈ ബുദ്ധിയും ബുദ്ധിമാന്മാരായ ആളുകളും ചുറ്റും നിന്ന് പറഞ്ഞു തരും കേട്ടോ. അതൊന്നും നടക്കത്തില്ല, വേറെ വല്ല വഴിയും നോക്ക്. ഇനി അവൻ പഠിക്കാനൊന്നും പോകുന്നില്ല. അവൻ പഠിച്ചാൽ അവനെ കൊണ്ട് പറ്റത്തില്ല, അവളെ കൊണ്ട് പറ്റത്തില്ല.
ആ കല്യാണം തന്നെ അങ്ങ് നടത്തി കൊടുക്ക്. നല്ലതൊന്നും ഇനി പ്രതീക്ഷിക്കണ്ട. നടക്കുന്നെങ്കിൽ അതങ്ങ് നടന്നോട്ടെ, അല്ലേ? അപ്പോൾ അവിടെ തന്നെ പോകണമെന്നെന്താ അവൾക്ക് ഇത്ര നിർബന്ധം? അവരുടെ അല്ല, നിങ്ങളുടേതാ. അത്രമാത്രം കരഞ്ഞിട്ടുണ്ട്, നിങ്ങൾ അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട്. പൊന്നു മക്കൾക്ക് ആ ഗതി വരരുതെന്നുള്ള അതുകൊണ്ടാണ് അങ്ങനെ ഒരു കോഴ്സിന് അവരെ ചേർക്കണം, അങ്ങനെ ഒരു രാജ്യത്ത് അവരെ പോകണം, അങ്ങനെയുള്ള ജോലികൾ അവർക്ക് കിട്ടണം, എന്തെങ്കിലുമൊക്കെ അവരാകണം. അതൊന്നും വേണ്ട. അതെന്താ ഇത്ര നിർബന്ധം എന്ന് ബുദ്ധിയുള്ളവർ ചോദിക്കുന്നു. ആ ബുദ്ധിയുള്ളവരുടെ ചോദ്യത്തെ നിന്റെ ബുദ്ധി ക്യാച്ച് ചെയ്തിട്ട് നിന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അകത്തിരുന്ന് പുറമെ ഇതൊക്കെ കേൾക്കുന്നുണ്ട്, വചനമൊക്കെ കേൾക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രഭാതമനെ കേട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും ഇല്ലല്ലോ. സ്തോത്രം. ഒരാൾ എന്നെ വിളിച്ചിട്ട് പകുതി പരിഹാസം പോലെ ഒരിക്കൽ പറഞ്ഞതാ, പാസ്റ്ററേ, നിങ്ങളെ കൊണ്ട് വല്ല മരിച്ച വീട്ടിൽ ശുശ്രൂഷയ്ക്ക് നിർത്തിയാൽ നിങ്ങൾ അവിടെ നിന്ന് അവൻ ഉയർത്തെഴുന്നേറ്റ് വരാൻ വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ പറഞ്ഞു, കളിയാക്കാനാണ് പറഞ്ഞെങ്കിൽ ഞാൻ പറഞ്ഞു ദൈവദാസനാ. അപ്പം ദൈവദാസനെ നിങ്ങൾ എനിക്ക് തന്നൊരു അംഗീകാരമായിട്ട് ഞാനതിനെ കാണുന്നു. എൻ്റെ മനസ്സ് അങ്ങനെ തന്നെ. പിന്നെ അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാർ പിടിച്ച് അടിക്കുമെന്ന് പേടിച്ചാണ് ഞാൻ മിണ്ടാതെ നിന്ന് ശുശ്രൂഷ ചെയ്യുന്നത്. എനിക്കങ്ങനെയാ. കാരണം എൻ്റെ ഉള്ളിൽ എപ്പോഴും മരിച്ചവനെ ഉയർപ്പിക്കുന്ന യേശുവും യേശുവിൻ്റെ പ്രവൃത്തിയുമാണ്. എൻ്റെ യേശുപ്പൻ അസാധ്യമായതൊന്നുമില്ല. ആമേൻ. ഇവിടെ ഈ ബുദ്ധി പുറത്തായി പോകുന്നേ. ഈ ബുദ്ധി പുറത്താവണം. ആമേൻ. ബുദ്ധി പുറത്താവണം. എന്നിട്ട് ആ ബുദ്ധിയെ നോക്കി ചിരിക്കാനുള്ളത് കർത്താവ് നിനക്ക് തരും. ഇവൻ ചാടുന്നു, തുള്ളുന്നു, ഓർത്ത് ചിരിക്കുക. ഓ, സന്തോഷം കൊണ്ടായിട്ടോ. ഞാൻ ഒത്തിരി ഇങ്ങനെ കരയുക മാത്രമല്ല ചിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഓരോ തവണ കർത്താവിനെ പുറത്ത് കൊണ്ടുവരുമ്പോഴും ഓരോ പ്രശ്നങ്ങളിൽ നിന്ന് വിടുവിക്കുമ്പോഴും എന്നെ മാനിക്കുമ്പോഴും എന്നെ സ്നേഹിക്കുമ്പോഴും ഒരു ഭ്രാന്തനെ പോലെ, പട്ടിയെ പോലെ കരയുന്ന കാര്യം പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു ഭ്രാന്തനെ പോലെ ഞാൻ ചിരിക്കുന്നത് എൻ്റെ ഈ വൃത്തികെട്ട ബുദ്ധിയെ നോക്കി ചിരിക്കുന്നതാ. പന്ന ബുദ്ധി, നീ പറഞ്ഞു തന്നില്ലേ, നിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെയും ലോകപരിചയത്തിൻ്റെയും ആ അറിവ് വെച്ചിട്ട് നീ പറഞ്ഞു തന്നില്ലേ, ഇതൊന്നും ശരിയാവത്തില്ല, നീ കിടക്കയിൽ തന്നെ, ഇനി എഴുന്നേക്കത്തില്ല, ഇതോടെ തീർന്നു, നീ ഇനി പ്രസംഗിക്കത്തില്ല എന്ന് പറഞ്ഞ ആ ബുദ്ധിയെ നോക്കി ചിരിക്കുവാനുള്ളൊരവസരം യേശുവിൻ നാമത്തിൽ സ്തോത്രം. ആ ബുദ്ധിയെയും ബുദ്ധിമാന്മാരെയും നോക്കി ചിരിക്കുവാനുള്ളത് എൻ്റെ കർത്താവ് നിനക്ക് തരുവാൻ പോകുക. അവർ ആശ്ചര്യപ്പെടുവാൻ പോകുക. യെസ്, താങ്ക് യു ലോർഡ്. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. മാതാവേ, പിതാവേ, പ്രാർത്ഥിക്കുക. നിങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ കർത്താവ് അത് തരുവാൻ പോകുക. അവരാശ്ചര്യപ്പെടുമാറാകുന്നത് കർത്താവ് തരുവാൻ പോകുക. ആ രോഗ കിടക്കയിൽ നിന്ന് നിന്നെ എഴുന്നേൽപ്പിച്ച് ദൂത അമ്മേന എല്ലാവരും പറഞ്ഞു, ഇനി നീ എഴുന്നേൽക്കത്തില്ല, ഈ രോഗം നിന്നോട് കൂടെ കാണും, ജീവിത അവസാനം വരെ നീ ഈ രോഗം ചുമന്ന് നടക്കും, അവസാനം ഈ രോഗം നിന്നെ ചുമന്ന് കുഴിയിലോട്ട് കൊണ്ടുപോകും. ഇല്ലെന്നേ. ഓ സ്തോത്രം. അങ്ങനെ ഒരു രോഗത്തിൻ്റെ പേര് പോലും എൻ്റെ മരണസമയത്ത് എനിക്കൊപ്പം കാണത്തില്ല. ആമേൻ. ഞാൻ നിങ്ങളുടെ കാര്യം പറയാൻ നിങ്ങൾക്ക് സങ്കടം വരും, പക്ഷേ എൻ്റെ കാര്യം എനിക്ക് പറയാലോ, കാണത്തില്ലെന്നേ. എൻ്റെ അപ്പൻ കാൽവരിയിൽ അത് ചുമന്നൊഴിച്ചതാ. കാണത്തില്ല. നിങ്ങളുടെ ജീവിതത്തിൽ ആ രോഗം കാണത്തില്ല. ഇന്ന് ഭയപ്പെടുന്ന, നിങ്ങളെ കൊല്ലിപ്പിക്കുമെന്ന് വാദിക്കുന്ന ആ രോഗം കാണത്തില്ല. ഒപ്പമുള്ളവർ ആശ്ചര്യപ്പെടുവാൻ പോകുക. എൻ്റെ മെഡിക്കൽ റിപ്പോർട്ട് കണ്ട് ഡോക്ടർ ആശ്ചര്യപ്പെടുവാൻ പോകുക. യെസ്, റെഡിയാണോ? എൻ്റെ ഒരു മെഡിക്കൽ റിപ്പോർട്ട് നാളെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം, നല്ലതുപോലെ കാണിച്ചു തരാം. നിങ്ങൾ എന്നിട്ട് ആ ഭാഗമൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് ഏതെങ്കിലും ഡോക്ടറോട് ചോദിച്ചു നോക്ക്. ഒരു ഓർത്തോ ഡോക്ടറാണെങ്കിൽ, ഒരു സർജനും കൂടെ ആണെങ്കിൽ ആദ്യം പറയും, എപ്പോൾ നമുക്ക് സർജറി ഫിക്സ് ചെയ്യാം. അതായിരിക്കും. അങ്ങനെയുള്ള സാധനം വീട്ടിലിരിപ്പുണ്ട്. എൻ്റെ അവസ്ഥയെക്കുറിച്ചാണ് പറഞ്ഞത്. അങ്ങനെ നിന്റെ ഡോക്ടർമാരെ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് നീ ചാടി തുള്ളി ജീവിക്കുവാൻ പോകുക. യെസ്, യേശുവിൻ നാമത്തിൽ. സഹോദരി, സഹോദര, അങ്ങനെ കടക്കാരനായി കണ്ടു, ഇന്ന് പരിഹസിക്കുന്നുണ്ട്, നിന്ദിക്കുന്നുണ്ട്. ആ കടങ്ങി എഴുതി തന്നേര്. നക്കാപ്പിച്ചയ്ക്കാ, നിന്നെ കൊണ്ടൊന്നും പറ്റത്തില്ല. ആ വണ്ടി അവിടെ കിടന്ന് തുരുമ്പിക്കുന്നൊരു ഭേദം ഞങ്ങൾക്ക് ഇനി തന്നേരൂ. കത്തി കൊണ്ട് കുത്തും പോലെ അല്ലേ? നീ ചിരിക്കാൻ പോവുക. അവർ വിസ്മയിക്കുമ്പോൾ നീ ചിരിക്കും. താങ്ക് യു ലോർഡ്. അങ്ങനെ കടക്കാരിയായി എല്ലാം നഷ്ടപ്പെട്ട് ജപ്തിയായി പോയി. അതിന് കർത്താവ് അനുവദിക്കത്തില്ല. അപ്പോൾ ചാടി തുള്ളി ആർപ്പിട്ട് ദൈവത്തെ സ്തുതിക്കുവാനുള്ള അവസരം. എങ്ങനെയാ?
സ്തുതിക്കുവാനുള്ള അവസരം. അപ്പോൾ അതിലേക്ക് ഭക്തനെ നടത്തിയ നിങ്ങളെ നടത്തുവാൻ പോകുന്ന ആ രണ്ട് കാര്യം. ഒന്ന്, സാഹചര്യം നോക്കാതെ അവൻ വിടുതലിന് വേണ്ടി പ്രത്യാശയോടെ കാത്തിരുന്നു. 3-ാം അധ്യായം 5-ാമത്തെ വാക്യം. ഞാൻ ഈ 2 പോയിന്റുകൾ മുൻപോട്ട് കൊണ്ടുപോകുവാൻ അടിസ്ഥാനപ്പെടുത്തി എടുത്തിരിക്കുന്ന സംഭവം അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങളാണ്. അപ്പോൾ ആ സംഭവത്തെക്കുറിച്ച് ചുരുക്കമായി, സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൻ്റെ വഴിവക്ക്, ആ ഗോപുരത്തിലേക്ക് പ്രവേശിക്കുന്ന വഴിവക്ക് പേര് സുന്ദരമെന്നാണ്. അവിടെ അത്ര സുന്ദരമല്ലാത്ത ജീവിതമുള്ള ഒരു മനുഷ്യൻ, തളർവാദ രോഗിയാണ്, കിടക്കയിലാണ്. ആ മനുഷ്യൻ അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഈ മനുഷ്യൻ്റെ ഒരു ദിനചര്യ എന്തായിരിക്കും? നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ദിനചര്യ അല്ലെങ്കിൽ ജീവിതക്രമം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ, എന്തെല്ലാം കാര്യങ്ങളുണ്ട് അല്ലേ? പഠിക്കുന്നവർ, അത് കഴിഞ്ഞ് വിവാഹം കഴിച്ച് കുടുംബമായി ജീവിക്കുന്നുണ്ട്, ജോലിക്ക് പോകുന്നുണ്ട്, മക്കളുണ്ടാകുന്നു, മക്കളെ വളർത്തുന്നു, വീട് വയ്ക്കുന്നു, വസ്തു വാങ്ങുന്നു, എന്തെല്ലാം കാര്യങ്ങൾ അല്ലേ? പക്ഷെ ഈ മനുഷ്യനെ സംബന്ധിച്ച് റൊട്ടീനായിട്ട് ഒരേ കാര്യമാണ്. നേരം വെളുക്കുന്നു, കൈ നീട്ടുന്നു, നേരം ഇരുട്ടുന്നു, ആരുമില്ലാതാകുന്നു, മൂടി പുതച്ച് കിടക്കുന്നു, നേരം വെളുക്കുന്നു, കൈ നീട്ടുന്നു. അയ്യോ, അതാ പറഞ്ഞ ഈ തട്ടി മുട്ടി അങ്ങനെയുള്ള വേറെ ഒന്നുമില്ല, നല്ലതൊന്നും പ്രതീക്ഷിക്കുവാനില്ല. ആ അവസ്ഥയിൽ പുള്ളി കിടക്കുക. ഈ പുള്ളിയുടെ ഈ അവസ്ഥ പുള്ളിയെ കാണുന്നവർക്ക് മാത്രമല്ല പുള്ളിക്കും അറിയാം, പുള്ളിയല്ലേ കിടക്കുന്നേ. അപ്പോൾ ഒരു സാധാരണ ഒരു വീക്ഷണത്തിൽ പുള്ളി പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ട്, എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരെയും പോലെ, ഇനി ഇതൊന്നും ശരിയാവത്തില്ലെന്ന്, പിന്നെ വെറുതെ ഒരു ആശ്വാസം, കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരു സന്തോഷം. അങ്ങനെ സന്തോഷിക്കാനല്ല ദൈവത്തിൻ്റെ വചനം. ഈ വചനം നിങ്ങളെ വിടിവിപ്പിക്കുന്നതാ. ഒന്ന് വിശ്വസിക്കുക, നിങ്ങളെ ദൈവത്തിൻ്റെ വചനം വിടിവിപ്പിക്കും. അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന നിലയിലാണോ? അതാണ് ഇതിനകത്ത് വരുന്ന അടുത്തൊരു ചോദ്യം. നോക്കിയേ, ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഒരു ദിവസം അല്ലെങ്കിൽ മുമ്പോട്ടുള്ള ജീവിതത്തിൽ സന്തോഷം കൊടുക്കുന്ന ഒരു കാര്യം ഈ മനുഷ്യൻ സ്വപ്നം കണ്ടിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും? നടക്കാൻ പറ്റത്തില്ലെന്ന് മനുഷ്യന് ഉറപ്പായി. അപ്പോൾ അടുത്ത് ചിന്തിക്കുന്നതായിരിക്കും, ഒരു വലിയ കൊട്ടാരത്തിൽ എനിക്ക് എപ്പോഴും ഫുഡും എന്നെ നോക്കാൻ പരിചാരകരും, അല്ലേ? അതായിരിക്കും സ്വപ്നം. കൈ നീട്ട് വാങ്ങുമ്പോഴുള്ള സ്വപ്നം. ചില സ്വപ്നങ്ങൾ അങ്ങനെ ഉണ്ട്. നമ്മുടെ പോരായ്മയ്ക്കും പരിമിതിക്കും ഒത്തവണ്ണം പ്രതീക്ഷിക്കുവാൻ കഴിയുന്ന ചില സ്വപ്നങ്ങൾ. ഈ മനുഷ്യനും അങ്ങനെയൊക്കെ സ്വപ്നം കാണാനും പ്രതീക്ഷിക്കുവാനുമേ വകയുള്ളൂ. പക്ഷേ ഈ മനുഷ്യൻ്റെ പ്രതീക്ഷ, ആഗ്രഹം അതൊന്നുമല്ല, വിടുതലാണ്. മനസ്സിലായില്ലേ? നോക്കി, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ മനുഷ്യൻ അപ്പോസ്തലന്മാരെ കാണുകയാണ്, അപ്പോസ്തലനായ പത്രോസും ഒപ്പമുള്ളവരും. അവരെ കാണുമ്പോൾ ഈ മനുഷ്യൻ അവരുടെ മുഖത്തേക്ക് ഉറ്റു നോക്കി. 5-ാമത്തെ വാക്യമാണ്, അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ നിങ്ങൾ പറയും, ദൈവദാസനെ തെറ്റിപ്പോയി, നിങ്ങളുടെ ആ വിശദീകരണം തെറ്റിപ്പോയി. അല്ല, ഞാൻ പറഞ്ഞുതരാം. കാരണം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ശിഷ്യന്മാരെ പറഞ്ഞു വിടുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ഒരു വടിയും പൊക്കണവും ഒരു ചെരുപ്പും ഒരു ജോഡി ഡ്രസ്സും അല്ലാതെ വേറെ ഒന്നും കൊണ്ടുപോകരുത്. അന്ന് വല്ലതുമൊക്കെ ഉള്ളവർ ഇന്ന് വണ്ടിയിലും കാറിലും ഒക്കെ പോകുന്നത് പോലെ അല്ലേ? നിങ്ങൾ ഈ സിഗ്നലൊക്കെ ഉള്ളിടത്ത്, ടൗണുകളിൽ സിഗ്നലൊക്കെ ഉള്ളിടത്ത് പോയി കഴിഞ്ഞാൽ ഭിക്ഷക്കാർ ആരുടെ നേരെ കൈ നീട്ടുന്നത്? വഴിയെ നടന്നു പോകുന്ന ആരുടെങ്കിലും, മുഷിഞ്ഞ വസ്ത്രവുമായിട്ട് നടന്നു പോകുന്ന ആരുടെങ്കിലും നേരെ കൈ നീട്ടുമോ? കൈ നീട്ടത്തില്ല. പിന്നെ വണ്ടിയിലൊക്കെ പോകുമ്പോഴത്തേക്ക് വണ്ടിയിലിരിക്കുന്നവരുടെ നേരെ കൈ നീട്ടും. കാരണം അവർക്കറിയാം ഈ നടന്നു പോകുന്നവന് ഒരു ഗതിയും പരഗതിയും ഇല്ല, അവൻ്റെ അടുത്ത് കൈ നീട്ടിയിട്ട് കാര്യമില്ല. ഈ വണ്ടി പോകുന്നവൻ്റെ അടുത്ത് കൈ നീട്ടിയാൽ എന്തെങ്കിലും കിട്ടിയാലായി, അവൻ്റെ പ്രതീക്ഷ അതാണ്, അവനറിയാം. അപ്പോൾ ഇവിടെയും അന്നത്തെ കാലത്ത് കാറും ബസ്സും ഒന്നും ഇല്ലെങ്കിലും അന്ന് കഴുതകളാണ് വാഹനങ്ങൾ. വാഹനമൃഗത്തിൻ്റെ പുറത്ത് സാധനങ്ങൾ വച്ച് പോകുന്നവരാണ്, അല്ലെങ്കിൽ മൃഗത്തിൻ്റെ പുറത്തേറി പോകുന്നവരാണ് പൈസ ഉള്ളവർ. അല്ലാതെ നടന്ന് ഒരു ജോഡി വസ്ത്രവുമായിട്ട് പോകുന്നവൻ്റെ കോലം എങ്ങനെയായിരിക്കും ഒന്ന് ഊഹിച്ച് നോക്കിയേ. അപ്പോൾ ഈ കിടക്കുന്നവനേക്കാളും ഗതികെട്ട രൂപത്തിലായിരിക്കും അപ്പോസ്തലന്മാരുള്ളത്. പക്ഷേ അവരെ നോക്കിയിട്ട് വല്ലതും കിട്ടുമെന്ന് ചിന്തിച്ചു. അപ്പോൾ അവരിൽ നിന്ന് കിട്ടാനുള്ളത് എന്താ? പുള്ളി വിചാരിക്കുന്നൊന്നും കിട്ടാനില്ല. കാരണം അപ്പോസ്തലന്മാർ തന്നെ പറയുന്നുണ്ട്, പൊന്നും വെള്ളിയൊന്നും ഞങ്ങളുടെ കയ്യിലില്ല. അത് പുള്ളിക്ക് പറയും, ഇവരുടെ കയ്യിലൊന്നുമില്ല. പക്ഷേ പുള്ളി തിരിച്ചറിയുകയാണ്. പുള്ളിയുടെ സ്തോത്രം, എന്താ പറയുക, സിക്സ്ത് സെൻസോ എന്തോ ആവട്ടെ, അത് തിരിച്ചറിയുകയാണ്. ഇവരിലൂടെ എൻ്റെ അവസ്ഥയ്ക്കൊരു മാറ്റം വരുവാൻ പോവുക. താങ്ക് ഗോഡ്. ചിലർ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ വല്ലാത്ത ഒരു എന്താ പറയുക,
ഒരു വല്ലാത്തൊരു അവസ്ഥയിലിരിക്കുക. എന്തോ ഇന്ന് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നു ഇല്ലേ? ചിലരങ്ങനെ ചിന്തിക്കുന്നുണ്ട്, അത് സംഭവിക്കുവാൻ പോവുക. യെസ്, യേശുവിൻ നാമത്തിൽ ആ മനുഷ്യൻ ഈ ശിഷ്യന്മാരുടെ നേരെ നോക്കിയപ്പം അവർക്കൊരു കാര്യം മനസ്സിലായി. ഇവൻ പ്രത്യാശ നഷ്ടപ്പെട്ടിട്ടില്ലാത്തവനാ, വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ലാത്തവനാ. ഇവന് വേണ്ടത് നൽകുവാൻ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ ക്രിസ്തു ഞങ്ങളെ അയച്ചിട്ടുണ്ട്. പ്രത്യാശ നഷ്ടപ്പെട്ടിട്ടില്ലാത്ത, വിശ്വാസം നഷ്ടപ്പെട്ടിട്ടില്ലാത്ത നിനക്ക് വേണ്ടത് നൽകുവാൻ ഞങ്ങളെ അധികാരപ്പെടുത്തിയിട്ടുണ്ട്. യേശുവിൻ നാമത്തിൽ എഴുന്നേറ്റ് നടക്ക, ആ കിടക്ക എടുത്ത് നടക്ക. അത് മതി. ഒന്നും നല്ലതൊന്നും പുതിയതൊന്നും കാണുവാനില്ലാതെ ആ കിടന്ന കിടപ്പ് മതി. അവൻ ചിലർ എഴുന്നേൽക്കുക. അവൻ ഇവനെ തളർത്തി കിടത്തിയിരിക്കുക. ഇവർ ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും ചെയ്യുവാൻ കഴിയുന്നില്ല, പഠിക്കുവാൻ കഴിയുന്നില്ല, തളർന്നു കിടക്കുക. എപ്പോഴും ഉറക്കം മാത്രമുണ്ട്. ഈ ചെറുക്ക ഇതെന്താ? തീറ്റ കൊടുക്കുന്നുണ്ട്, എല്ലാം കൊടുക്കുന്നുണ്ട്. ഫുഡ് സപ്ലിമെൻ്റ് കൊണ്ട് മാത്രം വയറ് വയ്ക്കുന്ന നിലയിലാണ് പിള്ളേരെ വളർത്തുന്നത്. ഞാനും വ്യത്യാസമൊന്നുമല്ല കേട്ടോ, അതിലെ ആഗ്രഹം നല്ലതാണ്. പക്ഷെ പഠിക്കത്തില്ല. അവൻ തളർന്നു കിടക്കുക. ജോലിക്ക് പോകത്തില്ല, തളർന്നു കിടക്കുക. ജോലിക്ക് പോയി അവിടെ തളർന്നു കിടക്കുക, ജോലി ചെയ്യാൻ പറ്റുന്നില്ല. കുടുംബജീവിതം തളർന്നു കിടക്കുക, മക്കളുടെ ഭാവി തളർന്നു കിടക്കുക. രോഗം വന്ന് തളർന്നു കിടക്കുക, ബിസിനസ് തളർന്നു കിടക്കുക, കച്ചവടം തളർന്നു കിടക്കുക, കട തളർന്നു കിടക്കുക. ആമേൻ. അവനെ തളർത്തി കിടത്തിയിരിക്കുന്ന പിശാച്, ഓ താങ്ക് ഗോഡ്, നടക്കേണ്ടവരെ ഓടിയും തുള്ളിയും ദൈവത്തെ മഹത്വപ്പെടുത്തി ഒപ്പമുള്ളവരെ ആശ്ചര്യപ്പെടുത്തേണ്ടവരെ തളർത്തി കിടത്തിയിരിക്കുന്ന പിശാച് യേശുവിൻ്റെ നാമം പറഞ്ഞപ്പോൾ ആ പിശാച് ക്ഷണത്തിൽ വിട്ടുപോയി. ഓ ആമേൻ. അതാ അവിടെ സംഭവിച്ചത്. ആമേൻ. യേശുവിൻ്റെ നാമം പറഞ്ഞപ്പോൾ അവനെ തളർത്തി കിടത്തിയിരുന്ന പിശാച് വിട്ടുപോയി. ഇപ്പോ എന്നെ കേൾക്കുന്ന ചിലരുടെ മേൽ അവരെ തളർത്തി കിടത്തിയിരിക്കുന്ന ആ ബന്ധനം അഴിയുവാൻ പോവുക. സഹോദര സഹോദരി, നിന്റെ തൊഴിലിനെ, ആ തൊഴിലിടത്തിൽ നിന്നെ തളർത്തി കിടത്തിയിരിക്കുന്ന ആ ബന്ധനം യേശുവിൻ നാമത്തിൽ ഇപ്പോൾ വിട്ടുപോവുക. നീ ശക്തി പ്രാപിക്കുക. സഹോദരി, നിന്റെ കുടുംബ ജീവിതത്തിന് ഒരു എഴുന്നേൽപ്പുണ്ടാകുക. ഓ, തളർന്ന് കിടന്നിടത്ത് നിന്ന് പറയുവാനുള്ളത്, മറ്റുള്ളവർക്ക് ആശ്ചര്യത്തോടെ നോക്കുവാനുള്ളത് അതിനകത്ത് സംഭവിക്കുക. നിന്റെ തലമുറകൾ എഴുന്നേൽക്കുക. ആമേൻ, ആമേൻ. ആ രോഗക്കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുക. അപ്പോൾ എങ്ങനെയാ ഇങ്ങനെ തളർത്തി കിടത്തി കളയുന്നേ? പിശാച് നേരിട്ട് വന്ന് നിങ്ങളൊന്നും ചെയ്യത്തില്ല. അപ്പോൾ പിശാചിൻ്റെ ഇഷ്ടം നിവർത്തിക്കുന്ന ചില വ്യക്തികളുണ്ട്. അവരുടെ ചില കുൽസിത പ്രവൃത്തികളുണ്ട്. നേർച്ച കാഴ്ചകൾ, മന്ത്രവാദം, ആഭിചാരം, പലതും ചെയ്ത്, കാരണം അസൂയയുടെ ഫലമായി പലതും ചെയ്ത് നിങ്ങളെ തളർത്തി ആ തളർച്ചയിൽ സന്തോഷിക്കുന്നവർ. ആമേൻ. ദൈവത്തെ വിശ്വസിക്കുന്നവർ പോലും, ഞാൻ മുമ്പ് അങ്ങനെ ഒരു മെസ്സേജ് ചെയ്തിട്ടുണ്ട്, എതിർ പ്രാർത്ഥന. ദൈവമക്കളായിരിക്കുന്നവർ തന്നെ അടുത്തവൻ നശിച്ചു പോകണം, അവൻ തളർന്നു പോകണം, അവൻ്റെ ജീവിതത്തിൽ ഒന്നും ഉണ്ടാകരുത്, അവൻ എന്നും ഞങ്ങളുടെ കാൽ കീഴിൽ തന്നെ കിടക്കണം, കാരണം എങ്കിലും ഞങ്ങളാണ് ശരിയെന്ന് സ്ഥാപിക്കുവാൻ പറ്റത്തുള്ളൂ. ചിലരൊക്കെ അങ്ങനെ നിന്നെ കാൽ കീഴിൽ കിടത്താൻ വേണ്ടി മെനക്കെട്ട് കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ പ്രാർത്ഥന കേൾക്കുമോ കേൾക്കത്തില്ലേ എന്ന് ആ മെസ്സേജ് തപ്പിപ്പിടിച്ചെടുത്താൽ നിങ്ങൾക്ക് മനസ്സിലാവും. അവരെ ആശ്ചര്യപ്പെടുത്തിക്കൊണ്ട് നീ ചിരിക്കുവാൻ പോയി. ഓ താങ്ക് ഗോഡ്. ആമേൻ. നീ ചിരിക്കുവാൻ പോവുക, ആ തളർച്ച മാറിപ്പോവുക. അപ്പോൾ ഒന്നാമത്തെ കാര്യം, അവൻ അത് തന്നെ സാഹചര്യം നോക്കാതെ പ്രതീക്ഷയോടെ വിടുതലിനായി കാത്തിരുന്നു. 2, അവൻ അപ്പോസ്തലന്മാരുടെ വാക്ക് വിശ്വസിച്ചു. 3:7 നോക്കിയേ. അവർ കൈനീട്ടുകയാണ്, ഇവൻ കൈനീട്ടി കൊടുത്തു, അപ്പോഴാണ് പിടിച്ചെഴുന്നേൽപ്പിച്ചത്. വെള്ളിയും പൊന്നും ഞങ്ങളുടെ കയ്യിലില്ല, യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേൽക്ക എന്ന് പറഞ്ഞ് കൈ നീട്ടിയപ്പോൾ അവൻ കൈ നീട്ടി കൊടുത്തു, പിടിച്ചു, എഴുന്നേറ്റു. ഓ ആമേൻ. ചിലർ പെട്ടെന്ന് എഴുന്നേൽക്കുവാൻ പോകുക. ആമേൻ. അപ്പോൾ അതാ തിരിച്ചറിയണമെന്നേ. രൂപോ ഭാവോ കളർ ഉടുപ്പോ അങ്ങനെയൊന്നും അല്ല. യേശു ഉള്ളവൻ്റെ വാക്ക് നിങ്ങളെ പിടിവിക്കും. യേശു ഉള്ളവൻ്റെ ക്രെഡിറ്റ് അല്ല, അവനിലുള്ള ക്രിസ്തു, അവൻ്റെ വായിൽ നിന്ന് വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം
നിങ്ങളെ ഉയർപ്പിക്കും, നിങ്ങളെ എഴുന്നേൽപ്പിക്കും. സ്തോത്രം. അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കും. ആ റൊട്ടീനായി പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുവാൻ പോകുക. താങ്ക് ഗോഡ്. ആമേൻ. പ്രാർത്ഥിക്കുക. ഇന്ന് അതങ്ങനെ സംഭവിക്കുവാൻ പോവുക. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായത് കരുതുന്നു. അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും? നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളൊരു പ്രാർത്ഥന വിഷയമായിട്ടോ വല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നുവെങ്കിൽ ധൈര്യമായി പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാവുന്നേ. നടക്കും, കിടക്ക എടുത്ത് നടക്കും. തളർന്ന ചെയ്യേണ്ടതൊന്നും ചെയ്യുവാൻ കഴിയാതെ ആ അവസ്ഥയൊക്കെ മാറും. അതുപോലെ എല്ലാ ഞായറാഴ്ചയും നമ്മുടെ സഭാരാധന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് 10:30 മുതൽ. നിങ്ങൾക്കൊരു ആരാധനയ്ക്ക് പങ്കെടുക്കുവാൻ കഴിയാത്ത അവസ്ഥയിലാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ ലൈവ് സ്ട്രീമിനൊപ്പം പങ്കുചേർക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാവുന്നേ. എഴുന്നേൽക്കും, പുറത്ത് വരുമെന്ന് ധൈര്യമായിട്ടിരിക്കുക. ഇനി സഭാരാധനയ്ക്ക് പോകുന്നു, അതുകൊണ്ട് പങ്കെടുക്കാൻ പറ്റിയില്ല, പിന്നീട് സമയമുണ്ടല്ലോ, നിങ്ങൾ അപ്പോൾ കണ്ട് പങ്കെടുത്ത് ദൈവത്തെ സ്തുതിച്ചാൽ മതി. എന്നാൽ കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവേ നല്ല ദൈവമേ, അനുഗ്രഹീതമായിരിക്കുന്ന നല്ല സമയം, അടിയൊപ്പമായിരിക്കുന്ന ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പാ വല്ലാതെ ബാധിക്കപ്പെട്ട് നല്ലതൊന്നും കാണുവാനും കേൾക്കുവാനും ഇല്ലാതെ ആ ഒരു വല്ലാത്ത അവസ്ഥയിലൂടെ യേശുവിൻ നാമത്തിൽ ചിലരുടെ ജീവിതത്തിനൊരു മാറ്റമുണ്ടാകട്ടെ. അവരുടെ ശത്രു കണ്ട് ആശ്ചര്യപ്പെടും വിധത്തിൽ, പ്രതിയോഗി വ്യസനിക്കും വിധത്തിലൊരു അത്ഭുതം എൻ്റെ കർത്താവിന് ചെയ്യുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്കായി പ്രാർത്ഥിക്കുന്നപ്പാ. യേശപ്പാ അങ്ങ് ജോലി നൽകണമേ. പ്രാർത്ഥിക്കും. സ്തോത്രം. പഠനം കഴിഞ്ഞ് ജോലിയില്ലാതെ നിൽക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ജോലി ഉണ്ടാകട്ടെ, വഴികൾ തുറക്കപ്പെടട്ടെ, രാജ്യങ്ങളുടെ വാതിലുകൾ തുറന്നു വരട്ടെ. യേശുവിൻ നാമത്തിൽ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ പൂവണിക്കുവാനുള്ളത് കരങ്ങളിൽ കിട്ടട്ടെ. അപ്പോൾ അങ്ങ് നൽകുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. എല്ലാ കടഭാരവും മാറട്ടെ, ബാധ്യതകൾ മാറട്ടെ, പലിശക്കടങ്ങൾ മാറട്ടെ. കൊടുത്തു തീർക്കുവാൻ കഴിയാതെ ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ വഴി തുറന്നു വരട്ടെ. യേശുവിൻ നാമത്തിൽ വഴി തുറന്നു വരട്ടെ. സഹായികൾ ഉണ്ടാകട്ടെ, സാവകാശങ്ങൾ ലഭിക്കട്ടെ. താങ്ക് യു ലോർഡ്. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. പ്രാർത്ഥിക്കുക. ഭർത്താവ് മടങ്ങി വരുവാൻ, ഭാര്യ മടങ്ങി വരുവാൻ. അപ്പാ ഇവരെ അങ്ങ് പണിതെടുത്ത കൃപയ്ക്കായി സ്തുതിക്കുന്നു കർത്താവ്. മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചാട്ടെ. വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടട്ടെ. മത്സര പരീക്ഷകൾ റിസൾട്ട് ഉണ്ടാകട്ടെ. മക്കളെ പഠിപ്പിക്കുവാനുള്ളത് ഇവരുടെ കരങ്ങളിൽ ലഭിക്കട്ടെ. വിദേശ പഠനം, ഉപരിപഠനം, യേശപ്പാ നല്ല അഡ്മിഷനുകൾ ഇവർക്കുണ്ടാകട്ടെ. സകല വെല്ലുവിളികൾ അഴിഞ്ഞു മാറട്ടെ. പഠനത്തിന് മേലുള്ള തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. പഠന വൈകല്യങ്ങൾ മാറിപ്പോകട്ടെ. മാതാപിതാക്കളുടെ കണ്ണുനീരിന് അറുതി ഉണ്ടാകട്ടെ. മദ്യപാന വ്യഭിചാര വെറിക്കൂത്തുകൾ വിട്ടുപോകട്ടെ. കുടുംബങ്ങളുടെ സ്വസ്ഥതയെ, സമാധാനത്തെ, നന്മകളെ കവർന്നതിൻ്റെ മദ്യപാനം വ്യക്തി ജീവിതങ്ങളിൽ നിന്ന് വിട്ടുപോകട്ടെ. സംശയരോഗങ്ങൾ മാറിപ്പോകട്ടെ. സ്വന്തം ഭവനമില്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നവർ ഭവനങ്ങളെ പണിയട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ, വസ്തുക്കൾ വിൽക്കട്ടെ. സ്തോത്രം. വിൽപ്പനകൾ നടക്കട്ടെ, പണികൾ പൂർത്തീകരിക്കപ്പെടട്ടെ, വാഹനങ്ങൾ വാങ്ങട്ടെ. സ്വദേശത്തും വിദേശത്തും ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ വിടുവിക്കപ്പെടട്ടെ. യേശോപ്പാ സാഹചര്യങ്ങൾ അങ്ങ് അനുകൂലമാക്കി തീർക്കണം. എല്ലാ വെല്ലുവിളികളും അഴിഞ്ഞു മാറട്ടെ. എല്ലാ ബന്ധനങ്ങളും അഴിയട്ടെ. കെട്ടുകൾ പൊട്ടട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. പൈശാചികമായ ബാധിപ്പുകൾ വിട്ടുമാറട്ടെ. എതിർ പ്രാർത്ഥനകൾ, അന്യാരാധന ബന്ധനങ്ങൾ യേശുവിൻ നാമത്തിൽ വിട്ടുപോകട്ടെ. താങ്ക് യു ലോർഡ്. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. വലുതും ചെറുതുമായ സകല ബിസിനസ്സുകളും അനുഗ്രഹിക്കപ്പെടട്ടെ. കച്ചവടങ്ങൾ, കടകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കച്ചവടം ഉണ്ടാകട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ജീവിതം കണ്ട് ഒപ്പമുള്ളവർ ആശ്ചര്യപ്പെടും വിധത്തിൽ അങ്ങ് ഇവരെ മാറ്റുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുമല്ലോ. നാളെ പകലും ദൈവം വെച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ അത് വിടുതൽ നേരമാണ് പറയുന്നത്. പ്രഭാതമൻ എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നമ്മൾ ഒരുമിച്ചായിരിക്കും. അതുവരയ്ക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രൈസർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം 3 മണിക്ക് നെയ്യാറ്റിൻകര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള MS പ്ലാസയിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.